ഹായ് ഗൈസ്, ഏറെ മധുരമുള്ളതും ടേസ്റ്റുള്ളതും 3 തരം ഫ്രൂട്ടുകളുടെ സമ്മിശ്രക്കാരനുമായ റോളിനിയ ഫ്രൂട്ടിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ. കഴിഞ്ഞ വെക്കേഷനിൽ ഒറ്റപ്പാലത്തുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് കാണാൻ സാധിക്കാതെ പോയ ഒരു വെറൈറ്റി ഫ്രൂട്ടിനെ കുറിച്ച് അവൾ എന്നോട് പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് വീണ്ടും ഞാനവിടെ പോയി. സന്ധ്യ മയങ്ങിയ നേരത്തായിരുന്നു എത്തിയത്. കാലത്ത് തന്നെ വീടിൻ്റെ മുറ്റത്തിറങ്ങിയപ്പോൾ ഒരു പെൺമയിലും കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞു. അവരുടെ പിന്നാലെ വീഡിയോ എടുത്ത് തൊടിയിലിറങ്ങി ചെന്നെത്തിയത് നിറയെ കായ്ച്ചു നിൽക്കുന്ന റോളിനിയ മരത്തിനടുത്ത്. പരിസരങ്ങൾ നിറയെ മയിലുകളെയും കാണാൻ കഴിഞ്ഞു. ആള് അമേരിക്കക്കാരനാണേലും അതിൻ്റെ അഹങ്കാരം ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിലും ഇവൻ യഥേഷ്ടം കായ്ഫലം തരുന്നുണ്ട്. വ്യാവസായികാടിസ്ഥാനത്തിൽ അത്രയേറെ സ്ഥാനം പിടിക്കാത്ത ഈ ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ 2-3 നാളത്തേക്ക് മാത്രമേ സൂക്ഷിച്ചു വെക്കാൻ കഴിയുകയുള്ളൂ. ഉൾഭാഗം ആത്തച്ചക്കയുടെയും സീതാപ്പഴത്തിൻ്റെയും കുരുക്കളോട് കൂടിയതാണെങ്കിലും പുറം ഭാഗം ചെറിയ രീതിയിൽ മുള്ളൻ ചക്കയുടെ രൂപസാദൃശ്യങ്ങളുണ്ട്. ആത്തച്ചക്കയുടെ മരത്തിൻ്റെ ഇലയും റോളിനിയ മരത്തിൻ്റെ ഇലയും കാഴ്ചയിൽ ഒരുപോലെയാണ്. വളരെയധികം വെറൈറ്റി ഫ്രൂട്ടുകളുടെ ഇടമായ ഒറ്റപ്പാലം പിലാത്തറയിലെ പീസ് ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലിത്തൊടി ഫാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക. നിങ്ങൾ വെറൈറ്റി ഫ്രൂട്ടുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാത്ത പല വെറൈറ്റി ഫ്രൂട്ടുകളും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല മഞ്ഞ കളറിലുള്ള ഈ റോളിനിയ ഫ്രൂട്ട് ഒരു ദിവസം പ്ലാസ്റ്റിക് കവറിൽ വെച്ചത് കൊണ്ടാണ് പുറം ഭാഗം കറുപ്പ് കളറായത്. പക്ഷേ ഉൾഭാഗത്തിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.